ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ചാനലിന് നിങ്ങൾ തരുന്ന സപ്പോർട്ടും സ്നേഹത്തിനും എല്ലാം ഒരുപാട് നന്ദി. എൻ്റെ ഹൃദയത്തിൽ നിന്നും ഞാൻ നന്ദി പറയുകയാണ്. നമ്മുടെ കുട്ടിക്കാലത്ത് നമുക്ക് പ്രിയപ്പെട്ട, നമുക്ക് സന്തോഷം തരുന്ന ഒരുപാട് സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ടാവും. അത് ബാലരമ പൂമ്പാറ്റ പോലുള്ള പുസ്തകങ്ങളാവാം, അല്ലെങ്കിൽ കളിപ്പാട്ടങ്ങളാവാം, അല്ലെങ്കിൽ മയിൽപ്പീലി, അങ്ങനെ ഓരോരുത്തർക്കും പ്രിയപ്പെട്ടത് ഓരോന്നായിരിക്കും. അത് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് വലിയ സന്തോഷമായിരിക്കും. ആ സമയത്ത് ഓർത്തോർത്ത് വീണ്ടും നമ്മൾ സന്തോഷിക്കാറുണ്ട്. അപ്പോഴൊക്കെ ഒരു മാജിക് പോലെയാണ്. അത്രമാത്രം സന്തോഷമാണ് നമുക്ക്. പിന്നീട് നമ്മൾ വലുതാകും തോറും ഒരുപാട് തിരക്കുകൾ, ഒരുപാട് കാര്യങ്ങൾ, ആ മാജിക്കിൽ നിന്നുള്ള വിശ്വാസം കുറഞ്ഞ് നമ്മൾ കൂടുതൽ ലോജിക്കലായി പോകും. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോഴും നമുക്ക് ചുറ്റും മാജിക് ഉണ്ട്, പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നില്ല. ഇതൊക്കെ നടക്കുമോ? ഈ മാജിക്കൊക്കെ നടക്കുമോ? ഇതൊക്കെ അന്ധവിശ്വാസമല്ലേ? ഇതിലൊക്കെ കാര്യമുണ്ടോ എന്ന് നമ്മൾ പലപ്പോഴും സംശയിക്കുന്നു. ലോ ഓഫ് അട്രാക്ഷനും ഗ്രാറ്റിറ്റ്യൂഡും വിഷ്വലൈസേഷനും എല്ലാം നമുക്ക് മാജിക് ഉണ്ടാക്കും. നമ്മളത് വിശ്വസിക്കണം. പൂർണ്ണമായും നമ്മളത് വിശ്വസിക്കണം. ഇതുവരെയുള്ള വീഡിയോസിലെല്ലാം നമ്മൾ മാജിക് എന്ന അത്ഭുത വാക്കിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചും ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ്ങിനെ കുറിച്ചും എല്ലാം ഒരുപാട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ദ പവർ ഓഫ് വിഷ്വലൈസേഷൻ. വിഷ്വലൈസേഷന്റെ പവറിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. മാനിഫെസ്റ്റേഷനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ആഗ്രഹങ്ങളെ റിയാലിറ്റി ആക്കുവാനുള്ള ഒരു പ്രോസസ്സ്. മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ, എന്തെല്ലാം ലക്ഷ്യങ്ങളുണ്ടോ, അതെല്ലാം നേടാനുള്ള ഒരു പവർഫുൾ ടൂളാണ് മാനിഫെസ്റ്റേഷൻ. വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് മാനിഫെസ്റ്റേഷന്റെ ഒരു കീ കോമ്പണന്റ് ആണ്. വളരെ മുഖ്യമായ ഒരു ഘടകമാണ്. നമുക്ക് എന്താണോ ആഗ്രഹം അത് ക്ലിയറായി വ്യക്തമായി ഇമാജിൻ ചെയ്ത് ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ അത് നമ്മളിൽ വന്നു ചേരുമെന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ ആഗ്രഹങ്ങളെ വിഷ്വലൈസ് ചെയ്ത് നന്ദി പറഞ്ഞ് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാം. മാജിക് എന്ന പുസ്തകത്തിൽ റോണ്ട ബേൺ പറയുന്നു, നമ്മുടെ ആഗ്രഹങ്ങളെ സാക്ഷാത്കരിക്കുവാനുള്ള ശക്തി നമ്മുടെ ചിന്തകൾക്കും ഇമോഷൻസിനും ഉണ്ടെന്ന്. റോണ്ട ബേൺ തന്റെ മാജിക് എന്ന പുസ്തകത്തിൽ അവരുടെ സ്വന്തം കഥ പറയുന്നുണ്ട്. അതായത് സീക്രട്ട് എന്ന പുസ്തകം പബ്ലിഷ് ചെയ്യുന്നതിന് 7 വർഷങ്ങൾക്ക് മുൻപ് അവർ അവരുടെ ആഗ്രഹങ്ങളെല്ലാം എഴുതി ഒരു ലിസ്റ്റ് ഉണ്ടാക്കി. വലിയൊരു ലിസ്റ്റ് ആയിരുന്നു അത്രേ. ആ സമയത്ത് അവരുടെ ഈ ആഗ്രഹങ്ങളെല്ലാം നടക്കും എന്നതിന് ഒരു പോസിബിലിറ്റീസും അവർ കണ്ടില്ല എന്ന് പറയുന്നു. പക്ഷേ അവർ അതിൽ ഏറ്റവും ടോപ്പ് 10 ആഗ്രഹങ്ങൾ, 10 ആഗ്രഹങ്ങൾ എടുത്ത് ഒരു പേപ്പറിൽ എഴുതി അത് അവർ എപ്പോഴും കയ്യിൽ സൂക്ഷിക്കുമത്രേ. എപ്പോഴൊക്കെ സമയം കിട്ടുന്നുവോ അപ്പോഴെല്ലാം ആ ലിസ്റ്റ് എടുത്ത് അവർ വായിക്കാറുണ്ടായിരുന്നു. എന്നിട്ട് അതിൽ ഓരോ ആഗ്രഹവും നടന്നു കഴിഞ്ഞതായി വിചാരിച്ച് അതിന് എത്രത്തോളം സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ സാധിക്കുമോ അത് അവർ ചെയ്തു എന്നാണ് പറയുന്നത്. അവരുടെ മനസ്സിൽ എപ്പോഴും താങ്ക് യു എന്ന മാജിക് വേർഡ് കടന്നു വരുമത്രേ. അത് ഓർമ്മ വരുന്ന സമയത്തെല്ലാം അവർ അത് ഒരുപാട് തവണ പറയുമത്രേ. ആ മാജിക് അവരുടെ ജീവിതത്തിലും പ്രവർത്തിക്കാൻ തുടങ്ങി. അവരുടെ ഓരോ ആഗ്രഹങ്ങളും നടന്നുകൊണ്ടിരുന്നു. അവരുടെ ഓരോ ആഗ്രഹവും നടന്നു തീരുമ്പോഴും അതിൽ അവർ ടിക്ക് മാർക്ക് ഇടും. എന്നിട്ട് താങ്ക് യു പറയും. അവർക്ക് ഒരുപാട് കടങ്ങൾ ഉണ്ടായിരുന്നു. ആ കടങ്ങളെല്ലാം അവർക്ക് വീട്ടാൻ സാധിച്ചു. മാത്രമല്ല, അവരുടെ കമ്പനി ഒരുപാട് നഷ്ടത്തിലായിരുന്നു. അതെല്ലാം തിരിച്ചു കൊണ്ടുവന്ന് ആ കമ്പനിയിൽ നല്ല ലാഭമുണ്ടാക്കാനും അവർക്ക് സാധിച്ചു. എല്ലാ റിലേഷൻഷിപ്സിലും അവർക്ക് നല്ല വിശ്വാസം നേടിയെടുക്കുവാനും സ്നേഹം നേടിയെടുക്കുവാനും സാധിച്ചു. റോണ്ട ബേണിന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു അവർക്ക് ചുറ്റുമുള്ളവർക്ക് സന്തോഷവും നന്മയും സ്നേഹവും നിറഞ്ഞ ഒരു ജീവിതം ലഭിക്കണമെന്ന്. ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് അവരുടെ വർക്കിലൂടെ സന്തോഷവും സമാധാനവും ലഭിക്കണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. അവരുടെ ആഗ്രഹം സീക്രട്ട് എന്ന പുസ്തകത്തിലൂടെയും അതുപോലെ തന്നെ മാജിക് എന്ന പുസ്തകത്തിലൂടെയും ദ പവർ, അങ്ങനെ ഒരുപാട് പുസ്തകത്തിലൂടെ അവർക്കത് കൊടുക്കാൻ സാധിച്ചു. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന മാജിക്കൽ പവർ ഉപയോഗിച്ച് നിങ്ങൾക്കും നിങ്ങളുടെ ആഗ്രഹം നേടിയെടുക്കാമെന്ന് റോണ്ട ബേൺ തന്റെ മാജിക് എന്ന പുസ്തകത്തിലൂടെ പറയുന്നു. നിങ്ങളുടെ 10 ആഗ്രഹങ്ങൾ ഒരു ലിസ്റ്റിൽ എഴുതുക. എഴുതുന്ന സമയത്ത് ഓരോ സെന്റൻസും ഡീറ്റെയിൽഡായി എഴുതുക. അത് നിങ്ങൾ ഓരോന്നായി വായിക്കുക. അറ്റ്ലീസ്റ്റ് ഓരോ ആഗ്രഹം വായിക്കുമ്പോഴും 1 മിനിറ്റ് എടുത്ത് അതിനെ വിഷ്വലൈസ് ചെയ്യുക. ഓരോ ആഗ്രഹവും വായിച്ച് 1 മിനിറ്റ് കണ്ണടച്ച് ആ ആഗ്രഹം ഓൾറെഡി നടന്നു കഴിഞ്ഞതായി മനസ്സിൽ സങ്കല്പിച്ച്
അതിന് എത്രത്തോളം നന്ദി പറയാൻ പറ്റുമോ, ഹൃദയത്തിൽ നിന്ന് സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടി എത്രത്തോളം നന്ദി പറയാൻ സാധിക്കുന്നുവോ അത്രത്തോളം നന്ദി പറയുക. നിങ്ങളുടെ പേഴ്സിൽ തന്നെ ഈ ലിസ്റ്റ് സൂക്ഷിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണിൽ ഫ്രണ്ട് സ്ക്രീനിൽ നിങ്ങളുടെ 10 ആഗ്രഹങ്ങൾ നിങ്ങൾ എപ്പോഴും കാണുന്ന പോലെ ഓരോ പ്രാവശ്യം നിങ്ങൾ ഫോൺ എടുക്കുമ്പോഴും നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ആദ്യം കാണുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ ആ ഒരു ലിസ്റ്റ് ആയിരിക്കും. അങ്ങനെയും സൂക്ഷിച്ചു വെക്കാം. അതും വളരെ നല്ലൊരു ഐഡിയ തന്നെയാണ്. ഒരു ദിവസം എത്രത്തോളം നിങ്ങൾ ആ ലിസ്റ്റ് നോക്കി നന്ദി പറയുന്നുവോ അത്രത്തോളം നല്ലതാണ്. അറ്റ്ലീസ്റ്റ് മിനിമം 2 തവണയെങ്കിലും ഈ ഒരു ലിസ്റ്റിൽ നോക്കി നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്നതായി സങ്കല്പിച്ച് നിങ്ങൾ നന്ദി പറയേണ്ടതാണ്. സോ ഡിയർ ഫ്രണ്ട്സ്, മാജിക് എന്ന പുസ്തകത്തിലെ ഡേ നമ്പർ 22 പ്രാക്ടീസ്, രാവിലെ എഴുന്നേറ്റതും നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള 10 സൗഭാഗ്യങ്ങളെ കുറിച്ച് ഓർത്ത് നന്ദി പറയുക. പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ 10 ആഗ്രഹങ്ങളെ ഒരു പേപ്പറിൽ എഴുതി ഓരോ ആഗ്രഹമായി വായിക്കുക. ഓരോ ആഗ്രഹവും വായിച്ചു കഴിഞ്ഞതിന് ശേഷം 1 മിനിറ്റ് സമയമെടുത്ത് അത് നടന്നതായി വിഷ്വലൈസ് ചെയ്ത് ആ ഒരു സന്തോഷം മനസ്സിൽ കൊണ്ടുവന്ന് നന്ദി പറയാം. വിഷ്വലൈസ് ചെയ്ത് ഹൃദയത്തിൽ നിന്നും ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി പറയാം. അങ്ങനെ 10 ആഗ്രഹങ്ങൾക്കും ഓരോ മിനിറ്റ് സമയമെടുത്ത് വിഷ്വലൈസ് ചെയ്ത് നന്ദി പറയാം. ഇനി അന്നത്തെ ദിവസം രാത്രി മാജിക് റോക്ക് പ്രാക്ടീസ്. അന്നത്തെ ദിവസം നിങ്ങൾക്ക് നടന്ന ഏറ്റവും നല്ല കാര്യം മനസ്സിൽ കൊണ്ടുവന്ന് 3 പ്രാവശ്യം താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് നന്ദി പറയാം. ഡിയർ ഫ്രണ്ട്സ്, ഗ്രാറ്റിറ്റ്യൂഡിന്റെ ആ ഒരു ശക്തി, മാജിക് നമ്മുടെ ജീവിതത്തിൽ നല്ല പോസിറ്റീവായ മാറ്റങ്ങൾ തന്നെ സൃഷ്ടിക്കും. നമ്മൾ അതിൽ വിശ്വസിക്കണം. നമ്മുടെ കൺമുന്നിൽ ആ മാജിക് സംഭവിക്കുന്നത് നമുക്ക് തീർച്ചയായും കാണാൻ സാധിക്കും. പൂർണ്ണ വിശ്വാസത്തോടെ നിങ്ങൾ ഈ പ്രാക്ടീസ് ചെയ്യും. ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങളുടെ ജീവിതത്തിന്റെ തന്നെ ഒരു ഭാഗമാക്കി മാറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ, ഹെൽപ്ഫുൾ ആയാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യൂ. താങ്ക് യു സോ മച്ച്. ഓൾ ദി വെരി ബെസ്റ്റ്. അടുത്ത വീഡിയോയിൽ കാണാം.